ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു തമിഴ്നാട് സ്റ്റൈലിലെ പുളിക്കുളമ്പ് അല്ലെങ്കിൽ വത്തക്കുളമ്പ് എന്ന് പറയും. അതാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് കാണിക്കാം കേട്ടോ. ലോങ് വീഡിയോ ആയിട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ ഒരു പയറും മെഴുക്ക് പറ്റി കടുക് പൊട്ടിയിട്ട് നമുക്ക് ഉലുവടാം കേട്ടോ. കടുക് പൊട്ടിയിട്ട് നമുക്ക് കുറച്ച് ഉലുവടാം. വത്തക്കുളമ്പിലെ മസ്റ്റായിട്ടും ഉലുവ ഇടണം കേട്ടോ. അതിനുശേഷം മുഴുവനായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ഇടാം. പിന്നെ മുഴുവനായിട്ട് ഇടുമ്പോൾ ഇതൊരു കഷ്ണമായി നമുക്ക് കഴിക്കാൻ കിട്ടും കേട്ടോ. അതിനായിട്ട് മുഴുവനായിട്ട് ഇടുന്നത്. ഇതൊന്ന് പകുതി വഴന്ന ഉടനെ നമുക്ക് വെളുത്തുള്ളി കത്തിരിക്കൊക്കെ ഇടാം കേട്ടോ. ഒന്ന് വാർത്തി വയ്ക്കണം. അതിന് പൊട്ടി തെറിച്ചില്ല. ഉള്ളി വാർത്താണ്ട് കണ്ടില്ലേ, പൊട്ടി തെറിച്ചു. ഇത് വഴനായിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ. എല്ലാം മുഴുവനായിട്ട് ഇടണം കേട്ടോ. ഇപ്പം നമ്മൾ പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്ക് വത്തക്കുളമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും. അപ്പോൾ കത്തിരിക്കൊന്നും ഇടണ്ട. ഇത് എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരിക്കുന്ന സാധന. ഇത് രണ്ടിട്ടാൽ മതിയിട്ടാണ്. ഉള്ളിലേകന്മാർ വത്തക്കുളമ്പ്, പത്തിക്കുളമ്പ് എന്ന് പറയാം. പത്തിക്കുളമ്പ് അവർക്ക് മാത്രം കുറച്ച് തൊക്ക് മാതിരി കൊടുത്തിട്ട് അവർ അതും തൈരും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കും. പുളി വെള്ളത്തിലിടാൻ മറന്നു. വേണ്ട, നല്ല തരം പുളിയാണ്. ഇതുമാതിരി ചേട്ടൻ അതിൻ്റെ പുളി ശർക്കരയൊക്കെ നല്ല തരം സാധനമാണ്. ഒരു കല്ലുണ്ടാവില്ല. തോളൂർ വാളാമ്പുളി എന്ന് പേര്. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നല്ലതായതുകൊണ്ട് പറഞ്ഞോന്ന് മാത്രം. ഇപ്പം ഇത് മരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ കഴുകി വാഴ വെച്ച കത്തിരിക്കയോ ഒന്നും ഇത് കൂടെ വഴറ്റാം. വഴറ്റിയിട്ടായിട്ട് ഭയങ്കര ടേസ്റ്റായിരിക്കും. കറി എത്ര ദിവസം പുറത്തിരുന്നാലും നാശമാവില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് പൊരിമയോടെ ചെയ്യാം. 2 മിനിറ്റ് മതി. ഓരോന്ന് വഴില്ല. 2 മിനിറ്റ് ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ. ഞാൻ ഫുള്ള് വീഡിയോ കാണിച്ചു. കഷ്ണങ്ങളൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, പോരായില്ലെങ്കിൽ ഇടാം കേട്ടോ. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം കേട്ടോ. മറ്റേ പൊടി കുറച്ചിട്ടാൽ മതി. എരിവ് പൊടി ഇത്ര ഇട്ടാൽ മതി കേട്ടോ. 1/4 സ്പൂൺ മല്ലിപ്പൊടി ചെറിയ 1/2 സ്പൂൺ ഇട്ടാൽ 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തക്കാളി ഇടാം. അല്ലെങ്കിൽ ഇതൊന്നും മൊരിഞ്ഞ് കിട്ടില്ല. നല്ല മണം കേട്ടോ. വെറുതെ കഷ്ണങ്ങൾ മാത്രം ഇട്ടിട്ടില്ല. പക്ഷെ അത് മൊരിയുമ്പോൾ നല്ല മണം. ഇത് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തക്കാളി ഇടാം കേട്ടോ. അല്ലെങ്കിൽ തക്കാളി വെള്ളം ഉണ്ടാകും. അത് കാരണം അവസാനം തക്കാളി ആവശ്യമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. തക്കാളി ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ കത്തിരിക്ക ഇട്ടതുകൊണ്ടാണ് തക്കാളി ഇടുന്നത്. ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട. നമ്മൾ പുളി ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല വെന്തുണ്ട്. ഇത്ര പണിയുള്ളൂ. ഒരു പണിയില്ല ഇതിൽ. പരിപ്പ് വേണ്ട, ഒന്നും വേണ്ട. ഭയങ്കര ടേസ്റ്റായിരിക്കും കറിക്ക്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക്. ഇപ്പം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഒത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഉപ്പ് കുറച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കണം. എത്ര ദിവസം വേണമെങ്കിലും കേടാവാണ്ട് പുറത്തിരിക്കണ ഒരു കറിയാണിത്. ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ
നമുക്ക് കറി ഇറക്കാം. തേങ്ങാപ്പാലുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിച്ചാൽ നല്ല ഉണ്ടാവും കേട്ടോ. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പത്തിക്കറി കുറേ നാളിരിക്കില്ല. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് ഉണ്ടാക്കണേ. അതങ്ങോട്ട് വേകുമ്പോഴേക്കും നമുക്ക് ഈ അടുപ്പുമ്പോൾ കുറച്ച് പയർ വേവിക്കാം. ഒരു 3/4 വേവായിട്ട് നമുക്ക് താളിക്കാം. അപ്പോൾ നമുക്ക് എണ്ണ വളരെ കുറവ് എണ്ണ വേണ്ട, ഒഴിച്ച എണ്ണ അങ്ങനെ ഇരിക്കും. ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 2 മിനിറ്റ് വെന്തിട്ട് നമുക്ക് താളിക്കാം. കറി ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നല്ല കളർ, തേങ്ങ അരച്ച് നല്ല എല്ലാം വറ്റി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ. ചാറ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. കളർ കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ. എരിവൊന്നുമല്ല, കാശ്മീരി പൊടിയും തക്കാളിയും ഇട്ടതിൻ്റെ കളറാണ്. അതുകൊണ്ട് ഭയങ്കര എരിവാന്നൊന്നും വിചാരിക്കേണ്ട, എരിവൊന്നുമില്ല. ഇപ്പോൾ കറി നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എരിവും പുളിയും ഉപ്പും എല്ലാം ഞാൻ നോക്കി കറക്റ്റുണ്ട്. ഇപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിരിക്കും. ഇത് കണ്ടിട്ട് ഇതുമാതിരി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പ്രസവിച്ചെടുക്കണവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണ ഒരു കറിയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ധാരാളം കഴിക്കണവർ, എന്നാലാണ് തായ്പാൽ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ കറി പത്തിക്കറി എന്ന് പറഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് അവർക്ക് മാത്രം എടുത്തു വെച്ച് കൊടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. ഒരു ദിവസം കറി വെച്ചാൽ തേങ്ങ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതൊരാഴ്ചയ്ക്ക് കഴിക്കാം. നമ്മുടെ പയർ വന്നിട്ടാ. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും താളിക്കാം, മിളക് താളിക്കാം. ഞാൻ വെളുത്തുള്ളി ഉരലിൽ ഇടിക്കില്ല കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലൊക്കെ താളിക്കുന്ന വെച്ചാൽ അതിലാണ് ഇടിക്കുക. പാത്രത്തും ഇടിപെടരുത് കേട്ടോ. പാത്രത്തും ഇടിപെട്ടാൽ പാത്രം ഓട്ടയാവും. സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. എല്ലാവരും ഇതുമാതിരി ചെയ്താൽ ശരിയാവില്ല. എൻ്റെ ചേട്ടൻ ചെയ്താൽ അപ്പോൾ പാത്രം ഓട്ടയാവും. നമ്മൾ ചെയ്യുന്നത് ഈ വെളുത്തുള്ളിമേലാണ് ഇടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീരൊന്നും പുറത്ത് പോവില്ല. നമ്മൾ ഉരലിൽ ഇടിക്കുമ്പോൾ അതിൻ്റെ നീരൊക്കെ പോകും. ഇതിൻ്റെ നീര് ഇതിൽ തന്നെ കെടുക്കും. ഇതൊരു ടിപ്പും കൂടിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ. അത് നല്ല മൊരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില നമുക്ക് കുറച്ചുള്ള കേട്ടോ, നമ്മൾ കുറച്ചിട്ടാൽ മതി. നല്ല മൊരിഞ്ഞു ഇതിൽ തട്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇത്ര പണിയാണോ? നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അത്ര മതി. മറ്റേ കറി കുറച്ച് നാളിരിക്കും, അതുകൊണ്ട് അത് കുറച്ചധികം ഉണ്ടാക്കിയത്. ഇപ്പോൾ കറിയായി, മെഴുക്ക് വരട്ടിയായി. ഇനി നമുക്ക് ഒരു മണത്തിന് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാം, ഒരു ഡബിൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കിയാൽ നമ്മുടെ പിന്നെ പപ്പടം വറുക്കണം, പിന്നെ പണി കഴിഞ്ഞു. സാലഡ് വേണമെങ്കിൽ ഉണ്ടാക്കാം, എനിക്ക് പോയി. ചൂടായിട്ട് ആ ദോശക്കല്ലേ നമുക്കത് ഒഴിക്കാം. ഒറ്റയ്ക്കാണ്ട് ഒഴിക്കാം, 2 പേര് കൂടി. ഓംലെറ്റിൻ്റെയും പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം. പപ്പടം കാച്ചണം. അപ്പോൾ നമ്മുടെ കുക്കിംഗ് എല്ലാം നല്ല ഇവിടെ കഴിഞ്ഞു കേട്ടോ. അധികം ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇന്നലത് പൊന്നിച്ചോറ്, ഈ കറി പൊന്നിച്ചോറിന് നല്ല ഉണ്ടാവും. അതാ പൊന്നിച്ചോറ് ഉണ്ടാക്കിയ പൊന്നിച്ചോറ്. പിന്നെ എന്നിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വത്തക്കുളമ്പ് അല്ലെങ്കിൽ പുളിക്കുളമ്പ്, ഇതുമാതിരി ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. കുറേ ദിവസമായിരിക്കും. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കിയാൽ വളരെ നാൾ കേടുകൂടാതെ ഇരിക്കും. പിന്നെ പയറ് മെഴുക്ക് വരട്ടി, പിന്നെ നമ്മൾ എന്ന് പച്ചക്കറിയല്ലേ, അപ്പോൾ ഒരു മുട്ട ഡബിൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. അപ്പോൾ പപ്പടം, പുളിഞ്ചി, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ എനിക്കിഷ്ടം കേട്ടോ. ചോറിന് നല്ലതാണ്. ചോറിന് നല്ലതാണ്. ഇതിങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടം. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചിട്ടായിരിക്കുന്നത്. ഉള്ളി വെളുത്തുള്ളല്ലേ, വയറൊക്കെ ചുരുങ്ങാൻ വളരെയധികം ഉപയോഗിക്കുന്നത് കേട്ടോ. 5 പരിപാടി കഴിഞ്ഞു. ഞാൻ പായസം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹെൽത്ത് ഇല്ല. എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് മതി വയ്യാണ്ട് അയച്ചായി. അപ്പോൾ ഓക്കെ കേട്ടോ, ബായ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക.
നമുക്ക് വേസ്റ്റ് ആവില്ല, അടിപൊളി ടേസ്റ്റാണ്. പുളിയൊക്കെ നോക്കി ഒഴിക്കുക, പുളി ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കുക. തേങ്ങാപ്പാൽ അന്ന് തന്നെ ഉപയോഗിക്കുന്നവർക്ക് കുറേ ആൾക്കാരുള്ളവർക്കൊക്കെ തേങ്ങ അരച്ച് ചേർത്തോ തേങ്ങാപ്പാലോ എന്ത് വേണേലും ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം.